ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം. പാക് ഡ്രോൺ വെടിവെച്ചിട്ടു. ജമ്മുവിൽ കനത്ത ഷെല്ലിംഗ്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, തീർച്ചയായും പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യ വീണ്ടും തടഞ്ഞു എന്നത് തന്നെയാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യ തകർത്തിരിക്കുന്നു. പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. 3 ഇടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ജമ്മു വിമാനത്താവളത്തിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. അതിർത്തിയിൽ സാംബയിൽ പാക്കിന്റെ ഷെല്ലാക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കനത്ത സുരക്ഷയാണ് ജമ്മുവിലെങ്കിലും ഉള്ളത്. കൂടാതെ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി പൂർണ്ണമായും അണച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈറൻ പൂർണ്ണമായും മുഴങ്ങുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ ജമ്മുവിൽ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യ പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കനത്ത സുരക്ഷ ജമ്മുവിലെങ്ങും തുടരുകയാണ്. എന്തായാലും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ തടയുന്നു, ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ നിമിഷത്തിൽ പറയേണ്ട ഒരു കാര്യം. കൂടാതെ അവിടെ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി പൂർണ്ണമായും അടച്ച് വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജമ്മു ഉള്ളത്. എന്തായാലും വീടുകളിൽ ലൈറ്റ് അടയ്ക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. കൂടാതെ ജമ്മു വിമാനത്താവളം ലക്ഷ്യം വെച്ച് ഡ്രോണുകൾ വന്നിരുന്നു. അതിനെ ആ ആക്രമണ ശ്രമം സൈന്യം പൂർണ്ണമായും തടഞ്ഞു. ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് അറിയാൻ കഴിയുന്നത്. 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ ഉള്ളത്. ബ്ലാക്ക് ഔട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്ന വീടുകളിൽ ലൈറ്റ് അടയ്ക്കണം എന്നതാണ് നിർദ്ദേശം. എന്തായാലും സൈന്യം ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം അറിയാൻ കഴിയുന്ന. 8 മിസൈലുകൾ തകർത്തു എന്നതും ഇപ്പോൾ പുറത്തു വരുന്നതായി കാണുന്നു. പാക് ഡ്രോൺ ആക്രമണം തടഞ്ഞിരിക്കുന്നു. 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കാശ്മീരിലെങ്ങുമുള്ളത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തിരിച്ചടി തുടരുകയാണെന്നതാണ് അറിയാൻ കഴിയുന്നത്. പാക് പ്രകോപനം പാകിസ്ഥാൻ തുടരുന്ന ഘട്ടത്തിൽ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. 50ഓളം ഡ്രോണുകൾ തകർത്തെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് ഏറ്റവും പുതുതായി പറയേണ്ട കാര്യം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കാശ്മീരിലെങ്ങുമുള്ളത്. കൂടാതെ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി പൂർണ്ണമായും അണച്ചിരിക്കുന്നു. വീടുകളിൽ ലൈറ്റ് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും ശക്തമായ ജാഗ്രതയിൽ ജമ്മുവിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നതാണ് വെടിവെച്ചിട്ടിരിക്കുന്നു. ആ രീതിയിൽ ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന ഘട്ടത്തിൽ കനത്ത ജാഗ്രതയാണ് ജമ്മുവിലെങ്ങുമുള്ളത്. ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ തടഞ്ഞിരിക്കുന്നു. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് ജമ്മു ഉള്ളത്. ദീപ്തി, ശരി. ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ജമ്മുവിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയാണ്.